എല്ലാവർക്കും സ്റ്റഡി റൂം ഫോർ സി എസിൻ്റെ സി പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന വിഷയത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോ ലെക്ചറുകളിലായി നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നും ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അകത്തുള്ള ക്യാരക്ടർ സെറ്റ് എന്താണ്, ക്യാരക്ടർ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടോക്കൺ ഫോം ചെയ്യാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോക്കൺസ്, ഇത്തരം കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടോക്കൺസ് പറയുന്ന സമയത്ത് 5 ടൈപ്പ് ടോക്കൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീവേഡ്സ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് ഓപ്പറേറ്റർ ഒഴികെയുള്ള എല്ലാ ടോക്കൺസും നമ്മൾ ഡീറ്റെയിൽ ആയി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം വിശദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ലെക്ചർ നമ്മൾ അവസാനിപ്പിച്ചത്. ഒന്ന് ഓപ്പറേറ്റേഴ്സിൻ്റെ ഭാഗം ഒന്ന് റിവൈസ് ചെയ്യാം. ദെൻ വി വിൽ ഗോ ഇൻ ആൻ ഓപ്പറേറ്റർ ഡീറ്റെയിൽ. ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓപ്പറേറ്ററും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്ററും എങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ വളരെ വിശദമായി പഠിക്കും. നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് ആൻ ഓപ്പറേഷൻ. ക്യാരക്ടർ സെറ്റിനകത്തുള്ള ഒരു ക്യാരക്ടറാണ് ആക്ച്വലി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിനോട്ടിങ് ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പിളാണ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ. ഓപ്പറേറ്ററിനെ നമുക്ക് മെയിനായിട്ട് ബൈനറി ഓപ്പറേറ്റർ, യുണറി ഓപ്പറേറ്റർ ആൻഡ് ടേണറി ഓപ്പറേറ്റർ ക്ലാസിഫൈ ചെയ്യാം. അതുകൂടാതെ സം സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഓപ്പറേറ്റർ ഈസ് ദർ. ബൈനറി ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, സപ്പോസ് ഒരു ഓപ്പറേറ്ററിൻ്റെ കൂടെ 2 ഓപ്പറൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ A+B എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മാത്സിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ 2 ഓപ്പറൻറ്റ് എയും ബി എന്നുള്ളത് ഓപ്പറൻ്റാണ്. അതേപോലെ തന്നെ -A അല്ലെങ്കിൽ +A, ഇവിടെ നമ്മൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഓപ്പറൻറ്റിൻ്റെ കൂടെയാണ്. അങ്ങനെയുള്ള ഓപ്പറേറ്ററിനെയാണ് യുണറി ഓപ്പറേറ്റർ എന്ന് പറയും. ടേണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ 3 ഓപ്പറൻറ്റിൻ്റെ കൂടെയാണ് ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേറ്ററിനെയാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. വി ഹാവ് വൺ ആൻഡ് ഓൺലി ടേണറി ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ആൻഡ് വി ഹാവ് സം സ്പെഷ്യൽ ഓപ്പറേറ്റർ, ഓൾ ദോസ് തിങ്സ് വി വിൽ സീ ലേറ്റർ. സോ നമുക്ക് ആദ്യം ബൈനറി ഓപ്പറേറ്ററിലോട്ട് മൂവ് ചെയ്യാം. ബൈനറി ഓപ്പറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മൾ ഈ ഓരോ ഓപ്പറേറ്ററും എന്താണെന്നുള്ളത് വിശദമായി കാണാം. അതിൽ ഫസ്റ്റ് ഭാഗമാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ഓൾറെഡി അറിയാം അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അരിത്തമെറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യം പ്ലസ്, മൈനസ്, ഡിവിഷൻ, അതേപോലെ തന്നെ സ്റ്റാർ എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ. So arithmetic operators are some of the programming operator which are used to perform arithmetic operation including operators like addition, subtraction, multiplication, division, and one more operator is there in C programming, modulus operator. We will see for what we are actually using this modulus operator. So അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, all these arithmetic operators in C are binary operators, which means they operate on 2 operands. അപ്പോൾ അതിൽ ഇതൊന്നും പ്ലസ് എന്താണെന്നോ മൈനസ് എന്താണെന്നോ സ്റ്റാർ എന്താണെന്നോ ഡിവിഷൻ എന്താണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ്. ആൻഡ് ദ 5th വൺ ഈസ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ, മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ കുറേ കോൺസ്റ്റൻസ്, ലിറ്ററൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻറ്റിജർ കോൺസ്റ്റൻസ്, അതേപോലെ തന്നെ ക്യാരക്ടർ കോൺസ്റ്റൻസ്, റിയൽ കോൺസ്റ്റൻസ്, സ്ട്രിങ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് ഇൻറ്റിജറിൻ്റെ മുകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മോഡുലസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യും. മോഡുലസ് ഓപ്പറേറ്റർ ഇൻറ്റിജറിൻ്റെ മുകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. മോഡുലസ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ, സപ്പോസ് എ എന്ന് പറഞ്ഞൊരു നമ്പർ, എ എന്ന് പറയുന്നൊരു ഇൻറ്റിജർ നമ്പർ ബി എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ കിട്ടുന്നത് അതാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ് എ മോഡ് ബി, വിച്ച് മീൻസ് ദാറ്റ് എ എന്ന് പറഞ്ഞ നമ്പർ ബി എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ റിമൈൻഡർ കിട്ടുന്നത് അതാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ, if you are simply writing 10 mod 3 is nothing but when you are dividing 10 with 3, what is the remainder? You will get the remainder 1. So we can use integer. That integer എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആവാം, പോസിറ്റീവ് വാല്യൂ ആവാം. സപ്പോസ് ഇഫ് ഐ ആം റൈറ്റിംഗ് -10 mod 3, and there is a possibility for 10 mod -3, and there is a possibility for -10 mod -3. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ സൈൻ കൂടെ വരുന്ന സമയത്ത്, മോഡുലസ് കാണുന്ന സമയത്ത് വി വിൽ ബി ഹാവിങ് സം കൺഫ്യൂഷൻ. നമ്മളവിടെ ഒന്നും നോക്കണ്ട. സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്യണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് 10 mod 3. 10 mod 3 എന്താണെന്ന് കണ്ടുപിടിക്കുക. 10 mod 3 എന്നുള്ളത് എല്ലാ കേസിലും 1 ആണ്. ഇനി നോക്കേണ്ടതാ എന്താണോ
ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സൈൻ ദാറ്റ് വിൽ ബി ദ സൈൻ ഓഫ് ദി റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ -10 mod 3 എന്നുള്ളത് റിസൾട്ട് -1 വരും, 10 mod -3 എന്നുള്ളത് 1 വരും, ആൻഡ് -10 mod -3 എന്നുള്ളത് -1 വരും. ബിക്കോസ് ഈ രണ്ട് കേസിൽ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഈ കേസിൽ 10 mod -3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പറൻറ്റ് 10 ആണ്. സോ എന്തായിരിക്കും വാല്യൂ? പോസിറ്റീവ് വരും. ഓക്കെ, അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. അടുത്താണ് റിലേഷണൽ ഓപ്പറേറ്ററൻസി. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്പറിന് അല്ലെ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ചില സിറ്റുവേഷനിൽ ചില പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, ഈ വാല്യൂ ഇതിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണോ. അങ്ങനെയുള്ള പല സിറ്റുവേഷനിലും നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് റിലേഷൻ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആർ സം ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് വിച്ച് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഐദർ ഇൻ ഇഫ് കണ്ടീഷൻ ഓർ ലൂപ്സ്. ലൂപ്സിലോ ഇഫ് കണ്ടീഷനിലൊക്കെ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് വേരിയബിളിൻ്റെ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി ആർ കോമൺലി യൂസ്ഡ് ടു ചെക്ക് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. വേരിയബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫയർ എന്താണെന്ന് കണ്ടിട്ടുണ്ട്. ഐഡൻറ്റിഫയർ എന്താ? ഒരു മെമ്മറി ലൊക്കേഷൻ്റെ നെയിമിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഞാൻ A=5 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ A ഈസ് ആൻ ഐഡൻറ്റിഫയർ, ഒരു മെമ്മറി ലൊക്കേഷൻ്റെ നെയിമാണ്. ആ മെമ്മറി ലൊക്കേഷന് 5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഐ ക്യാൻ ചേഞ്ച് ദ വാല്യൂസ് ഓഫ് എയുടെ വാല്യൂ എനിക്ക് 6 എന്നായി കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ ചേഞ്ച് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ നോർമലി വേരിയബിൾ എന്ന് പറയാം. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ്. അങ്ങനെയുള്ള മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീണ്ടും പഠിക്കുന്നതായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ ഞാൻ എടുക്കുകയാണ്. സപ്പോസ് A=7 എന്നും B=3 എന്നും എടുക്കുന്നു. നമുക്ക് ഇത്രയും റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, അതിൽ 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഇഫ് A ഗ്രേറ്റർ ദാൻ B ആണോ നോക്കുന്നു, എയുടെ വാല്യൂ സപ്പോസ് 7ഉം 3 ആണോ നോക്കുന്നു, വിച്ച് ഇസ് റീഡ് ആസ് A ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ 7 ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. സപ്പോസ് C=A ഗ്രേറ്റർ ദാൻ B എന്ന് എഴുതുന്നു. C=A ഗ്രേറ്റർ ദാൻ B എന്ന് എഴുതുന്നു. എയുടെ വാല്യൂ 7 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ A ഗ്രേറ്റർ ദാൻ B എന്നുള്ളത് 7 ഗ്രേറ്റർ ദാൻ B എന്നുള്ളത് ട്രൂ ആണ്. ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ ഓൾവേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 ആണ്. ഫാൾസ് എന്ന് പറഞ്ഞ വാല്യൂ ഓൾവേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0 ആണ്. ഒരു കാര്യം കൂടെ അവിടെ ഓർത്ത് വെക്കുക. സപ്പോസ് ഒരു നോൺ സീറോ വാല്യൂ വന്നത്, നോൺ സീറോ വാല്യൂ എന്ന് വെച്ചാൽ പോസിറ്റീവോ സീറോ അല്ലാത്ത പോസിറ്റീവോ നെഗറ്റീവ് വാല്യൂസിനാണ് നോൺ സീറോ വാല്യൂസ് എന്ന് പറയുന്നത്. നോൺ സീറോ വാല്യൂവിനെ കമ്പ്യൂട്ടർ ഇൻറ്റേർണലി ട്രീറ്റ് ചെയ്യുന്നത് ട്രൂ ആയിട്ടാണ്. സീറോ വാല്യൂവിനെ കമ്പ്യൂട്ടർ ഇൻറ്റേർണലി ട്രീറ്റ് ചെയ്യുന്നത് ഫാൾസ് ആയിട്ടാണ്. അപ്പോൾ A ഗ്രേറ്റർ ദാൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഗ്രേറ്റർ ദാൻ B എന്നത് ട്രൂ ആണ്. അപ്പോൾ സിയുടെ വാല്യൂ 1 ആയിരിക്കും. അതേപോലെ തന്നെ A ലെസ് ദാൻ B, 7 ലെസ് ദാൻ 3 എന്നുള്ളത് തെറ്റാണ്. സോ റിട്ടേൺസ് ഫാൾസ്, 0 ആണ് റിട്ടേൺ ചെയ്യുക. ഇനി A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B, 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 1 റിട്ടേൺ ചെയ്യും. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫാൾസ് റിട്ടേൺ ചെയ്യും. ഡബിൾ ഈക്വൽ ടു B, A ഡബിൾ ഈക്വൽ ടു B എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 0. അപ്പോൾ 7ഉം 3ഉം ഈക്വൽ അല്ല. സോ 7 ഡബിൾ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 0 ആണ് റിട്ടേൺ ചെയ്യുക. ഇനി അടുത്ത അതാണ് നോട്ട് ഈക്വൽ ടു. നോട്ട് ഈക്വൽ എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും വാല്യൂ നോട്ട് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ ട്രൂ. സോ എയുടെ വാല്യൂ 7 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. സോ A നോട്ട് ഈക്വൽ ടു B എന്നുള്ളത് ട്രൂ ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 1. ഓക്കെ, ഇത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ റിലേഷൻ ഓഫ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിലേഷണൽ ഓപ്പറേറ്ററിൽ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പോകും. രണ്ട് വാല്യൂസ് തമ്മിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A ഗ്രേറ്റർ ദാൻ B എന്നുള്ളത്, A ഗ്രേറ്റർ ദാൻ B എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. A ഗ്രേറ്റർ ദാൻ B എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനുണ്ട്, C ഗ്രേറ്റർ ദാൻ T. A ഗ്രേറ്റർ ദാൻ B ആൻഡ് C. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്നിരിക്കും. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു അഡ്മിഷന് വേണ്ടിയുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടി അഡ്മിഷൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്യണം.
ഇപ്പോൾ ഒരു +2 അഡ്മിഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് 10th കുട്ടിക്ക് ഫിസിക്സിന് ഇത്ര മാർക്കിൽ കൂടുതലുണ്ടാവണം, അതുപോലെ തന്നെ മാത്സിൽ ഇത്ര കൂടുതലുണ്ടാകണം, കെമിസ്ട്രിയിൽ ഇത്ര കൂടുതലുണ്ടാകണം, അല്ലെങ്കിൽ മാത്സിലോ കെമിസ്ട്രിയിലോ ഇത്രയും മാർക്ക് ഉണ്ടാവണം. ഇങ്ങനെയുള്ള അതായത് ഒരു കണ്ടീഷന് പകരം ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം? ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനവിടെ ഇപ്പോൾ എ എന്ന് പറയുന്നത് മാത്സിലെ മാർക്കും ബി എന്ന് പറയുന്നത് ഫിസിക്സിലെ മാർക്കും അല്ലെങ്കിൽ വാട്ടവർ ഏതോ ഒരു കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഒരുപോലെ ട്രൂ ആവണം, അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആവണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നോർമലി ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ജസ്റ്റ് ഈ ഡെഫിനിഷൻ നോക്കാം. The relational operators in C are used to compare two variables. What if we want to compare more than one condition? This is the condition number 1 and this is the condition number 2. ഇങ്ങനെയുള്ള രണ്ട് കണ്ടീഷൻസ് നമുക്ക് കമ്പയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C are some of the operator which are used to combine two or more conditions and perform the logical operations using this is double ampersand and it is known as logical and. Then അതുപോലെ തന്നെ this operator is known as pipe operator എന്ന് പറയും. pipe operator, logical or, and this is not operator, logical not. ഈ 3 ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഓരോ ഓപ്പറേറ്ററും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആൻഡ് ഏജ് ലെസ് ദാൻ 35. ഫോർ എക്സാമ്പിൾ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്നിരിക്കുക. ഏജിന് സപ്പോസ് ഒരു 20 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. സപ്പോസ് ഏജിന് 20 എന്ന് പറഞ്ഞാൽ ഏജ് ഈക്വൽ ടു 20 ആണ്. ഏജ് ഈക്വൽ ടു 20 ആണ്. ഏജ് 20 ആയ സമയത്ത് 20 ഗ്രേറ്റർ ദാൻ 18 ആൻഡ് 20 ലെസ് ദാൻ 35. ഇപ്പോൾ ഈ ആൻഡ് എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിൽ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ആൻഡ് ഓറും എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് പറയും. ദെൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ ലെറ്റ് us കം ബാക്ക്. ലോജിക്കൽ ആൻഡിൻ്റെയും ഓറിൻ്റെയും നോർമലി നമ്മൾ ഇതിനെ ട്രൂത്ത് ടേബിൾ എന്ന് പറയും. ലോജിക്കൽ ആൻഡിൻ്റെയും ഓറിൻ്റെയും ട്രൂത്ത് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ, ആൻഡിൻ്റെ കേസിൽ ഒന്നാമത്തെ കണ്ടീഷനും ട്രൂ, രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ആൻഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, ആൻഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ട്രൂത്ത് ടേബിൾ നോക്കിയാൽ അറിയാം, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആൻഡിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. അപ്പം ആൻഡ് ഒരു കണ്ടീഷനിൽ മാത്രമേ ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. രണ്ട് കണ്ടീഷനും ട്രൂ ആവുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യും? ആൻഡ് ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. ട്രൂ അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി നോർമലി ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ എന്ന് വെച്ചാൽ ഒരു നോൺ സീറോ വാല്യൂ ആണ് ഇൻപുട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 12 ഗ്രേറ്റർ ദാൻ 13 ആൻഡ് 15 ഗ്രേറ്റർ ദാൻ -16. ഇവിടെ 12 ഗ്രേറ്റർ ദാൻ 13 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ദെൻ അതുപോലെ തന്നെ 15 ഗ്രേറ്റർ ദാൻ 16 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അപ്പോൾ ഇത് 0 കിട്ടും, ഇത് 1 കിട്ടും. 0 and 1 ഫോൾസ് ആൻഡ് ട്രൂ, ഫോൾസ് ആൻഡ് ട്രൂ വരുന്ന സമയത്ത് ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 0 എന്ന് പറഞ്ഞ റിട്ടേൺ ചെയ്യും. ഇനി ലോജിക്കൽ ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് വിൽ ബി ട്രൂ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ട്രൂ ആണ്, സോ ദ റിസൾട്ട് ഈസ് ട്രൂ. ഇവിടെയും ട്രൂ ആണ്, ദ റിസൾട്ട് ഈസ് ട്രൂ. ആ സമയത്ത് ഇവിടെ ഫോൾസ് ആണ്. രണ്ട് കണ്ടീഷനും ഫോൾസ് ആവുന്ന സമയത്ത് മാത്രമേ ലോജിക്കൽ ഓറിനകത്ത് എന്താവത്തുള്ളൂ? ഫോൾസ് ആവത്തുള്ളൂ. തിരിച്ച് ഇതിനകത്തോട്ട് വരാം. ഇപ്പോൾ ലോജിക്കൽ ആൻഡ് നോക്കുന്ന സമയത്ത് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആൻഡ് ഏജ് ലെസ് ദാൻ 35, ഇതിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ ട്രൂ. ലോജിക്കൽ ഓർ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 35 ഓർ ഏജ് ലെസ് ദാൻ 60. അപ്പോൾ ഏജിൻ്റെ വാല്യൂ ഒന്നുകിൽ 35 കൂടിയാൽ മതി, അല്ലെങ്കിൽ 60 കുറവായാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏജിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഏജിൻ്റെ വാല്യൂ ഒരു 70 കൊടുക്കുകയാണ്. 70 കൊടുക്കുന്ന സമയത്ത് ഏജ് ഗ്രേറ്റർ ദാൻ 35 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ഏജ് ലെസ് ദാൻ 60 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഇതെന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ഇനി ഫോർ എക്സാമ്പിൾ ഞാനൊരു 65 കൊടുക്കുകയാണ്, ഒരു 50 കൊടുക്കുകയാണ്. 50 കൊടുക്കുന്ന സമയത്ത് ഏജ് ഗ്രേറ്റർ ദാൻ 35 എന്നുള്ളതും ട്രൂ ആണ്, ഏജ് ലെസ് ദാൻ 60 എന്നുള്ളതും ട്രൂ ആണ്. രണ്ട് കണ്ടീഷൻ ട്രൂ ആവും. ആ സമയത്ത് എന്ത് റിട്ടേൺ ചെയ്യും? ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. ലോജിക്കൽ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഏജ് ഈക്വൽ ടു 18 ആണെങ്കിൽ ഞാൻ നോട്ട് ഏജ് എന്ന് കൊടുക്കുന്നു. നോട്ട് ഏജ് ഈക്വൽ ടു 18. നോട്ട് ഏജ് ഈക്വൽ ടു 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് റിട്ടേൺ ചെയ്യും? ഫാൾസ് റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ 18 എന്ന് പറഞ്ഞ വാല്യൂ ട്രൂ വാല്യൂ ആണ്. 18 എന്ന് പറഞ്ഞ വാല്യൂ ട്രൂ ആണ്.
ഇപ്പം നോട്ട് 18 അല്ലെങ്കിൽ നോട്ട് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് റിട്ടേൺ ചെയ്യും? നോട്ട് എ what is a true value, so which will return a false value 0. So not 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, it will return the value 1. ഇനി നോട്ട് -5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, -5 എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആണ്, സോ ഇറ്റ് വിൽ ബി കൺസിഡർ എസ് എ ട്രൂ. അപ്പോൾ നോട്ടിനകത്ത് ഒരു ട്രൂ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ് വാല്യൂ, 0 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ വാല്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി. അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇൻ സി. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നോർമലി നമുക്കറിയാം, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നിങ്ങൾ മാത്സിലൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. സം എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു 5, ഇതിനെയാണ് നോർമലി നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇൻ സി ആർ സം ഓഫ് ദി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റർ വിച്ച് ആർ യൂസ്ഫുൾ ടു അസൈൻ ദ വാല്യൂ ടു ദി ഡിക്ലെയർഡ് വേരിയബിൾസ്. അതായത് ഓൾറെഡി എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ നോർമലി, അതായത് എ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ നെയിം ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം ഐഡൻറ്റിഫയർ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. ഇപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇൻഡ് ഐ ഈക്വൽ ടു 10. ഈ നൊട്ടേഷനൊന്നും നിങ്ങൾക്ക് ഫെമിലർ അല്ല, ജസ്റ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഐ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്, ആ ഐഡൻറ്റിഫയർ ഒരു വേരിയബിൾ ആണ്. സോ ഐ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. ജസ്റ്റ് മനസ്സിലാക്കി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജസ്റ്റ് ഡിഫറെൻറ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഒന്ന് നോക്കാം. ഒന്ന് പ്ലസ്, നമുക്ക് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്. പിന്നെ എന്താണ് പ്ലസ് ഈക്വൽ ടു. സോ സപ്പോസ് എക്സ് പ്ലസ് ഈക്വൽ ടു 25 എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 25 എന്നാണ് അതിനർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ എക്സ് മൈനസ് ഈക്വൽ ടു 25 എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 25. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ഇവാലുവേറ്റ് എക്സ് മൈനസ് 25 ഓർ എക്സ് പ്ലസ് 25. ഫൈനലി ദ വാല്യൂ വിൽ ബി ഇവാലുവേറ്റഡ് ടു എക്സ്. ഫോർ എക്സാമ്പിൾ കേസിൽ ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഒരു 30 ആണെന്ന് വരും. എക്സ് ഈക്വൽ ടു 30 ആണെങ്കിൽ ഈ ഒരു കേസിൽ എക്സ് മോഡ് ഈക്വൽ ടു 25 എന്ന് വെച്ചാൽ എക്സിനെ 30നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 30നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ത് വരും? 5 വരും. 30നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സോ എക്സിൽ എന്ത് അസൈൻ ചെയ്യും? 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യും. ഓക്കെ, സോ ഇൻ ദിസ് വേ ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വിൽ വർക്ക്. ലെറ്റ് us മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സെഷൻ. അടുത്ത സെഷനിൽ നമ്മൾ പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് യൂണറി ഓപ്പറേറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണറി ഓപ്പറേറ്റർ, ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ഓക്കെ, ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ നോർമലി ഒരു വേരിയബിളിൻ്റെ, ഫോർ എക്സാമ്പിൾ വേരിയബിൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു വേരിയബിൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ സപ്പോസ് എ ഈക്വൽ ടു 5 അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഓക്കെ, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ നോർമലി ഡെഫിനിഷൻ നോക്കാം. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇൻ സി ആർ സം ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വാല്യൂ ബൈ 1. അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പ്ലസ് പ്ലസ്, അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് മൈനസ് മൈനസ്. ഓക്കെ, സപ്പോസ് ഇഫ് യു ആർ റൈറ്റിംഗ് സം പ്ലസ് പ്ലസ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതേപോലെ തന്നെ മൈനസ് മൈനസ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ഇപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണുള്ളത്. ഒന്ന് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രീ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഓർ പ്രീ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നോക്കാം, നമ്മൾ നോർമലി ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പ്ലസ് പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ് എക്സ് ഓർ എക്സ് മൈനസ് മൈനസ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഈ രണ്ട് നൊട്ടേഷൻ. സോ ഇഫ് യു ആർ സിംപ്ലി യൂസിങ് എക്സ് പ്ലസ് പ്ലസ് എന്നോ അല്ലെങ്കിൽ പ്ലസ് പ്ലസ് എക്സോ എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതുപോലെ തന്നെ മൈനസ് മൈനസ് എക്സ് ഓർ എക്സ് മൈനസ് മൈനസ് എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഈ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാസ്റ്റ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പ്രീ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഓക്കെ, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ നിങ്ങൾ സിംപ്ലി എക്സ് പ്ലസ് പ്ലസ് എന്നോ അല്ലെങ്കിൽ പ്ലസ് പ്ലസ് എക്സോ എന്ന് സിംപ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സോ ഇറ്റ് വിൽ സിംപ്ലി ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ബൈ 1.
അതിന് പകരം നിങ്ങൾ ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ്റെ പാർട്ടായിട്ട് ഓൾറെഡി നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചതുകൊണ്ട് എക്സ്പ്രഷൻ എന്താണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എ ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് എന്നോ അല്ലെങ്കിൽ എ ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് ഒന്നും എഴുതുകയാണെങ്കിൽ അവിടെ പ്രീ ഇൻക്രിമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പോസ്റ്റ് ഇൻക്രിമെൻറ്റിൻ്റെയും യൂസ് അവിടെ വരും. എങ്ങനെയാണ് പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാൻ ഒന്നുകൂടെ പറയാണ്, എക്സ് പ്ലസ് പ്ലസ് എന്നോ അല്ലെങ്കിൽ പ്ലസ് പ്ലസ് എക്സ് എന്നോ യൂസ് ചെയ്യുകയാണെങ്കിൽ, സിംപ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ സിംപ്ലി ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ബൈ 1 വാട്ട് എവർ ഇറ്റ് മേ ബി. അത് പ്രീ ഇൻക്രിമെൻറ്റോ പോസ്റ്റ് ഇൻക്രിമെൻറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതിന് പകരം എ ഈക്വൽ ടു, അതായത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ, ഒരു എക്സ്പ്രഷൻ്റെ പാർട്ട് എ ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് എന്നതിലേക്ക് ഒരു എക്സ്പ്രഷനായിട്ട് മാറി. ഒരു എക്സ്പ്രഷൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് പ്ലസ് എക്സിനും അതുപോലെ തന്നെ എക്സ് പ്ലസ് പ്ലസിനും അതിൻ്റേതായ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാൻ ഇത് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാ പ്രീ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഓൾറെഡി പറഞ്ഞു പ്രീ ഇൻക്രിമെൻറ്റോ പോസ്റ്റ് ഇൻക്രിമെൻറ്റോ നമ്മൾ സിംപ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച്, ഇറ്റ് വിൽ സിംപ്ലി ആഡ് ദ വാല്യൂ ഓഫ് എക്സ് ബൈ 1. ഇവിടെ പ്രീ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ചേഞ്ച് ദെൻ യൂസ് റൂളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ചേഞ്ച് ദെൻ യൂസ് റൂൾ എന്താണെന്ന് കാണാം. എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഞാനൊരു വാല്യൂ എടുക്കുകയാണ്, എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് വിച്ച് മീൻസ് ദാറ്റ് പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 2 സ്റ്റെപ്പായിട്ട് കൊടുക്കുകയാണ്. 2 കാര്യങ്ങളാണ് അവിടെ നടക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് നടക്കും. ആ സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? എക്സിൻ്റെ വാല്യൂ 6 ആയിട്ട് മാറും. ദെൻ ദ അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് എക്സ് വിൽ ബി അസൈൻഡ് ടു വൈ, വൈയുടെ വാല്യൂ എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. ഇനി അതുപോലെ തന്നെ പ്രീ ഡിക്രിമെൻ്റ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 4 എന്ന് ഞാൻ എടുക്കുകയാണ്. വൈ ഈക്വൽ ടു മൈനസ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ഡിക്രിമെൻറ്റ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ദെൻ ദ അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് എക്സ് വിൽ ബി അസൈൻഡ് ടു വൈ. നൗ ദ എക്സ് വിൽ ബി 3 ആൻഡ് വൈ വിൽ ബി 3. പോസ്റ്റ് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് പറയുന്ന സമയത്ത് ഈ ഒരു കേസ് എന്താണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്, അതേപോലെ തന്നെ പ്രീ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്ത കേസ് നോക്കാം. പോസ്റ്റ് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് അതിന് പറയുന്ന പേരാണ് യൂസ് ദെൻ ചേഞ്ച് റൂൾ. നേരത്തെ പറഞ്ഞത് ചേഞ്ച് ദെൻ യൂസ് ആയിരുന്നു, ഇവിടെ യൂസ് ദെൻ ചേഞ്ച് റൂളാണ്. ആ നെയിമിൽ തന്നെ ഉണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യം. ഞാനിവിടെ എക്സ് ഈക്വൽ ടു 7 എടുക്കുകയാണ്. നൊട്ടേഷൻ നോക്കുക, വൈ ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സിന് പകരം എക്സ് പ്ലസ് പ്ലസ് ആണ്. സോ എന്ത് ചെയ്യും? ഓപ്പറേഷൻ നടക്കുന്നത് പിന്നീടാണ്. സോ ഇവിടെ നേരെ നടക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 ഓപ്പറേഷൻസ് തമ്മിൽ മ്യൂച്വലി ഇൻ്റർചേഞ്ച് ചെയ്യും. സോ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 നടക്കുന്നതിന് പകരം എക്സിൻ്റെ വാല്യൂ ആദ്യം എന്താണോ ഉള്ളത് ദാറ്റ് വിൽ ബി അസൈൻഡ് ടു വൈ. നൗ ദ വൈ ബിക്കം 7. ആഫ്റ്റർ ദാറ്റ് എക്സ് വിൽ ബി അപ്ഡേറ്റഡ്. സോ ഈ ഒരു എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 8ഉം വൈയുടെ വാല്യൂ 7 ആയിരിക്കും. അവിടെ ഒരു ഡൗട്ട് വേണ്ട. എക്സ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വൈയിലോട്ട് വീണ്ടും അസൈൻ ചെയ്യുന്നുള്ളൊരു ഡൗട്ട് അവിടെ വേണ്ട. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ഇനീഷ്യലി ഉള്ള വാല്യൂ വൈയിലോട്ട് അസൈൻ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് എക്സ് വിൽ ബി അപ്ഡേറ്റഡ്. നൗ എക്സ് ഈക്വൽ ടു 8 ആൻഡ് വൈ ഈക്വൽ ടു 7 ആയിട്ട് മാറും. അതുപോലെ തന്നെ പോസ്റ്റ് ഡിക്രിമെൻറ്റ് എക്സ് ഈക്വൽ ടു 9 ആണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് മൈനസ് എക്സിൻ്റെ കറൻ്റ്ലി ഉള്ള വാല്യൂ 9 ആണ്. സോ ദാറ്റ് എക്സ് വിൽ ബി അസൈൻഡ് ടു വൈ. സോ വൈ ഈക്വൽ ടു 9 ദെൻ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 അത് എക്സ് ബിക്കംസ് 8. Okay, so in this way the post increment and decrement operator will work. സോ അതുപോലെ തന്നെ പോസ്റ്റ് ഇൻക്രിമെൻറ്റും അതുപോലെ തന്നെ പ്രീ ഇൻക്രിമെൻറ്റും വരുന്നത് ഒരു എക്സ്പ്രഷൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ മാത്രമേ പോസ്റ്റ് ഇൻക്രിമെൻറ്റിൻ്റെയും പ്രീ ഇൻക്രിമെൻറ്റിൻ്റെയും യൂസ് അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്ത സെഷനാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഇൻ സി. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കീബോർഡ് വെച്ചിട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയ ഏത് ഡാറ്റ നമ്മൾ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാലും ഫൈനലി ആ ഡാറ്റേനെ ആസ്കി വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ക്യാരക്ടർ സെറ്റ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഇൻറ്റിജർ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ നമ്പേഴ്സിനൊക്കെ മെഷീൻ ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് സീറോസ് ആൻഡ് വൺസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ സീറോസ് ആൻഡ് വൺസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ ലെവൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ലെവലിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. കാരണം മെഷീൻ കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സീറോസ് ആൻഡ് വൺസിൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വി നീഡ് ടു പെർഫോം സം ബിറ്റ് വൈസ് ഓപ്പറേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് അത് നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ സെഷനിൽ പഠിക്കുന്നത്. സോ ദ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഇൻ സി ആർ സം ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ടു പെർഫോം bit operations
all the bit operations, all the decimal values will convert it into binary values. Binary value is nothing but the values having only zeros and ones. Okay, so these are the different bitwise operators. Let us simply check. The first one is bitwise AND operation. First one is bitwise AND operation. It is denoted by symbol ampersand symbol. ലോജിക്കൽ ആൻഡ് കണ്ടിട്ട് ലോജിക്കൽ ആൻഡ് ഡബിൾ ആംപർസെൻ്റ് ആയിരുന്നു യൂസ് ചെയ്തത്. ബിറ്റ് വൈസ് ആണ് ആൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ യൂസ് സിംഗിൾ ആംപർസെൻ്റ് സിമ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ ലോജിക്കൽ ഓറിന് പൈപ്പ് ഓപ്പറേറ്റർ 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സിംഗിൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എന്താണ് ഈ ഓരോ ഓപ്പറേഷനും എന്താണെന്നുള്ള കാര്യം പറയാം. ഇതുപോലെ തന്നെ ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഞാനിവിടെ 6 x=6 ആൻഡ് y=8 എന്ന് പറഞ്ഞ 2 വാല്യൂസ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സിംപ്ലി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങൾ നോർമലി ഒരു 35 എന്ന് പറഞ്ഞ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പൊസിഷൻ വാല്യൂ പഠിച്ചിട്ടുണ്ടാവും. ഇത് 1 ആണ്, ഇത് 10 ആണ്, ഇത് 1 ആണ്, ഇത് 10 ആണ്. നോർമലി ഈ വാല്യൂസിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്, ഡെസിമൽ വാല്യൂ. അതുപോലെ തന്നെ ബൈനറി വാല്യൂൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നോർമലി ഫസ്റ്റ് പൊസിഷൻ വാല്യൂ 1 ആയിരിക്കും, സെക്കൻഡ് പൊസിഷൻ വാല്യൂ 2 ആയിരിക്കും. നമ്മൾ ഡെസിമലിലാണെങ്കിൽ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിന് പകരം ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു 1 2 4 8 ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പറിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. ഓക്കെ, ഒരു നമ്പറിനെ സിംപ്ലി ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ 6നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നേ മനസ്സിലാക്കുക 1 2 4 8 നമുക്ക് ഇനിയും വേണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 32 64 ഇങ്ങനെ പോകും. അപ്പം 1 2 4 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ബിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ വാല്യൂസ് ഒക്കെ ഈ കോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതായിരിക്കും. 8 + 4 + 2 + 1. സോ 8 + 4 12, 12 + 2 14, 14 + 1 15. അപ്പോൾ ഈ 4 ബിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ 15 ആയിരിക്കും. 15ൽ കൂടുതൽ വരണമെങ്കിൽ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 16 അങ്ങനെ നമുക്ക് എക്സ്ട്രാ എഴുതി പോകാം. അപ്പോൾ ഇവിടെ 6 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നോക്കിയാൽ മതി. ഇതിൽ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടുമെന്ന് നോക്കാം. ഇതിൽ 4ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഒരു യുണീക്ക് കോമ്പിനേഷൻ മാത്രമേ ഉണ്ടാവും. 4ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ 6 കിട്ടാൻ വേണ്ടി അത് നോക്കേണ്ട കാര്യമില്ല. ദർ വിൽ ബി യുണീക്ക് കോമ്പിനേഷൻ ഫോർ ഗെറ്റിംഗ് എ പെർട്ടിക്കുലർ നമ്പർ. ഓക്കെ, സോ 4നും 2നും കറസ്പോണ്ടിങ് യു ക്യാൻ സിംപ്ലി പുട്ട് 1 ആൻഡ് ദ റിമൈനിങ് 2 ബിറ്റ്സ് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് 0. അതുകൊണ്ടാണ് 6നെ ഞാനിവിടെ 0 1 1 0 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ 8നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 8ന് താഴെ 1 റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ദ റിമൈനിങ് ബിറ്റ്സ് യു ക്യാൻ സിംപ്ലി പുട്ട് ഇറ്റ് ആസ് 0. So in this way you can convert every decimal number to binary. So ആ ബൈനറി കൺവേർഷൻ ഒന്ന് ജസ്റ്റ് ഓർത്തുക. കാരണം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ തരികയാണ്. സപ്പോസ് x=some 6 and y=8 എന്ന് തന്നിട്ട് x and y കണ്ടുപിടിക്കാൻ പറഞ്ഞു. x and y കണ്ടുപിടിക്കുന്ന സമയത്ത് യു നീഡ് ടു കൺവേർട്ട് ദീസ് 2 ഡെസിമൽ നമ്പർ ഇൻ ടു ബൈനറി. അപ്പോൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബൈനറി കൺവേർഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഒന്ന് നോക്കാം. സോ x ആൻഡ് y ചെയ്യുന്ന സമയത്ത് ഇങ്ങനോട് എടുക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ വരുന്നത് 0 1 1 0. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ വരുന്നത് 1 0 0 0. ഇപ്പോഴും ബിറ്റ് വൈസ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സ് ഇങ്ങനെ താഴെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി 1 by 1 ബിറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലോജിക്കൽ ആൻഡ് പഠിച്ചിട്ടുണ്ട്. സെയിം കോൺസെപ്റ്റ് വി ക്യാൻ അപ്ലൈ ഹിയർ. 2 വാല്യൂവും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവും. അതർവൈസ് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഈ 0ഉം 0 എടുക്കുന്ന സമയത്ത് ഈ 0ഉം ഫാൾസ് ആണ്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ഫാൾസ്. 1ഉം 0ഉം ഒരു ഔട്ട്പുട്ട് ഫാൾസ് ആയി. ആൻഡ് ആയതുകൊണ്ട് ഇത് ഫാൾസ് ആയിരിക്കും, ഇത് ഫാൾസ് ആയിരിക്കും, ഇത് ഫാൾസ് ആയിരിക്കും. സോ x ആൻഡ് y ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 0 0 0 and 0. ഓക്കെ, ദെൻ എക്സ് ഓർ വൈ നോക്കാം. 0 1 1 0. ദെൻ അതുപോലെ തന്നെ 8 1 0 0 0. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് 0 or 1 ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് വിൽ ബി, അതായത് ഏതെങ്കിലും ഒരു ബിറ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്നുള്ള ട്രൂ ആയിരിക്കും. ഇത് രണ്ടും ഫോൾസ് ആണ്. സോ ഇത് ഫോൾസ് ആണ്. ഇവിടെ 1 1 ആണ്. സോ ഇത് 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്. 1 1 0. അപ്പോൾ ഇത് ഏതാണ് ഡെസിമൽ നമ്പർ എന്ന് നോക്കണം. ഇത് ഡെസിമൽ നമ്പർ ഏതാണെന്ന് നോക്കാം. ആക്ച്വലി 1 1 1 0 എന്ന് കിട്ടും. സംടൈംസ് നിങ്ങൾക്ക് ഡെസിമലിൽ തന്നെ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൊസിഷണൽ വാല്യൂ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. 1 2 4 8. അതിനുശേഷം 1ന്
കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെയാണോ നമ്പർ വരുന്നത് അതൊന്ന് ആഡ് ചെയ്താൽ മതി. 8 + 4 14, 8 + 4 12, 12 + 2 14. സോ 1110 എന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വലൻറ്റ് ടു 14 എന്ന് പറഞ്ഞ നമ്പറിന് ഈക്വലൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ഓപ്പറേഷനാണ് എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിം നമ്പർ തന്നെ വീണ്ടും ഞാൻ യൂസ് ചെയ്യണം, എക്സ് ഓർ വൈ. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ഞാനിവിടെ എടുക്കുകയാണ് 0 1 0 0. ദെൻ അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 1 0. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 0 0. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓറിനകത്ത് 2 ബിറ്റും ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അതർവൈസ് ഔട്ട്പുട്ട് എന്നുള്ളത് 0 ആയിരിക്കും. അപ്പോൾ 0 0 എന്ന് പറയുന്നത് 2 ബിറ്റും സെയിം ആണ്, സോ ഔട്ട്പുട്ട് ഈസ് 0. 2 ബിറ്റും ഡിഫറെൻ്റ്, 1 0 ഡിഫറെൻ്റ് ആണ്, സോ 1 1 0 ഡിഫറെൻ്റ് ആണ്, 1 0 ഡിഫറെൻ്റ് ആണ് 1. സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് 1 1 0. സോ ദ സെയിം നമുക്ക് ബിറ്റ് വൈസ് ഓറിൽ കിട്ടിയ അതേ 14 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അടുത്ത ഓപ്പറേറ്ററാണ് ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ നോർമലി ഒരു യുണറി ഓപ്പറേറ്ററാണ്. ഒരു സിംഗിൾ ഓപ്പറൻറ്റിൻ്റെ മുകളിലാണ് ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യും. ഓക്കെ, ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ട് 8 ബിറ്റിലാണ് നമ്പർ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് 8 ബിറ്റിൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഏത് സിസ്റ്റത്തിലാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, സിസ്റ്റം ആർക്കിടെക്ചറിന് അല്ലെങ്കിൽ അണ്ടർലൈൻ ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. എത്ര ബിറ്റ് വെച്ചിട്ടാണോ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പൈലറിൽ എത്ര ബിറ്റ് വെച്ചിട്ടാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, സോ ഞാനിവിടെ 6 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുകയാണ്. 6 എന്ന് പറഞ്ഞ വാല്യൂ 0 1 1 0. ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എല്ലാ സീറോസിനെയും 1 ആക്കി മാറ്റും, എല്ലാ 1നെയും എന്താക്കി മാറ്റും, 0 ആക്കി മാറ്റും. സോ ദിസ് 0 വിൽ ബി കൺവേർട്ടഡ് ടു 1 0 0 1. സോ 1 0 0 1. സോ 1 0 0 1 ദിസ് ഇസ് ദി ആൻസർ. അതിനെ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് 0 0 0 1 0 0 1 ആയിട്ട് മാറുന്നു. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നമ്പർ 8 ബിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ 6നെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഇനീഷ്യലി 8 ബിറ്റിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് നോർമലി എന്ത് വരും, 0 0 0 0 0 0 0 0 then followed by 0 1 1 0 വരും. then you can take the ones complement of that number. ഓക്കെ, സോ ഇതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഷിഫ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റിന് തന്നിരിക്കുന്ന സീക്വൻസ് ഓഫ് ബിറ്റിന് ഇത്ര ബിറ്റ് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഇത്ര ബിറ്റ് റൈറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേറ്ററാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷിഫ്റ്റ് ലെഫ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യാണ്. സോ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേറ്റർ ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ ആൻഡ് ഷിഫ്റ്റ് റൈറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ. ഓക്കെ, സോ ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എന്നുള്ളത് എപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 110 0 1 1 0 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണ്. 0 1 1 0. ഞാൻ അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 8 ബിറ്റിലാണ്. 8 ബിറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ എടുത്ത വാല്യൂ ഞാൻ ബോദർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഇതാണ് നമ്പർ എന്നിരിക്കും. ഇതിനെ 1 ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലെഫ്റ്റിലുള്ള വാല്യൂസ് ഞങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക, ലെഫ്റ്റിലുള്ള 0 ഞങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക, റൈറ്റിലൊരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലെഫ്റ്റിലുള്ള 0 ഞങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക, റൈറ്റിലൊരു 0 ആഡ് ചെയ്ത്, അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതും 0 0 0 0 4 0 ഫോളോഡ് ബൈ 1 1 0 0. ഇപ്പോൾ ഇത്രയും ഓർക്കണ്ടോ, ലെഫ്റ്റിലോട്ട് 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് ദാറ്റ് ഏറ്റവും ലെഫ്റ്റിലുള്ള ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്ത് റൈറ്റിലൊരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ റൈറ്റിലോട്ട് 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് ദാറ്റ് ഫോർ എക്സാമ്പിൾ 0 1 1 0 ഞാനിവിടെ 8 ബിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റിലോട്ട് 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് ദാറ്റ് റൈറ്റിലുള്ള സപ്പോസ് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്പറിനെയാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്ന നമ്പർ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന y എന്ന് പറഞ്ഞ നമ്പറിനെയാണ്, നോട്ട് എക്സ് വാട്ടവർ, നമുക്ക് ഏത് നമ്പറിനെ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. സപ്പോസ് വൈനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സിംപ്ലി ചെക്ക് y ഈക്വൽ ടു ഞാൻ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാണ് 0 0 0 ദെൻ ഫോളോഡ് ബൈ 1 1 0 0. ഓക്കെ, സോ റൈറ്റിലോട്ട്
1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് ദാറ്റ് റൈറ്റിലോട്ട് 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലുള്ള ബിറ്റിനെ അങ്ങ് ഒഴിവാക്കുക, റൈറ്റ് മോസ്റ്റ് ബിറ്റിനെ അങ്ങ് ഒഴിവാക്കുക, ലെഫ്റ്റിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. യു വിൽ ഗെറ്റ് 5 zeros ഫോളോഡ് ബൈ 1 0 0. ഓക്കെ, 5 followed by 1 0 0. അപ്പോൾ ഇത്ര ഓർക്കുക. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് ദാറ്റ് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഷിഫ്റ്റിംഗ് ഇറ്റ് 2 bits ടു ലെഫ്റ്റ്, 2 ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് 0 0 1 1 0. 2 ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിലുള്ള 2 ബിറ്റിനെ അങ്ങ് ഒഴിവാക്കുക, then റൈറ്റിൽ 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. ദ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റേഷൻ ഷുഡ് കെപ്റ്റ് ആസ് സെയിം. എത്രയാണോ 8 ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ആ 8 ബിറ്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് മോസ്റ്റ് 2 ബിറ്റ്സ് ആണോ അല്ലെങ്കിൽ എത്ര ബിറ്റാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അത്രയും റൈറ്റ് മോസ്റ്റ് ബിറ്റിനെ അങ്ങ് ഒഴിവാക്കുക. ദെൻ യു ക്യാൻ സിംപ്ലി ആഡ് എത്ര നമ്പർ ഓഫ് സീറോസിനെയാണോ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സിനെയാണോ ഒഴിവാക്കിയിരിക്കുന്നത് അത്രയും നമ്പർ ഓഫ് സീറോസ് നിങ്ങൾക്ക് എവിടെ ആഡ് ചെയ്യാവുന്നതാണ്, ലെഫ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ലെറ്റ് us move on to the next session. The last one, conditional operator in C. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒരു ടേണറി ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ. ഓക്കെ, സോ 3 ഓപ്പറൻസ് അവിടെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്കൊന്ന് ഡെഫിനിഷൻ നോക്കാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇൻ സി ഈസ് ഓൾസോ കോൾഡ് എ ടേണറി ഓപ്പറേറ്റർ. ഈസ് വൺ ഓഫ് ദി ഓപ്പറേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് നോർമലി നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ഇതാണോ വലുത് അല്ലെങ്കിൽ ഇതാണോ ചെറുത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ. ഇത് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും. ജസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഫോളോഡ് ബൈ ഫുൾ കോളൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഫോളോഡ് ബൈ എ കോളൻ. ഇവിടെ നമ്മൾ സിൻടാക്സ് അല്ലെങ്കിൽ നമ്മൾ സിൻടാക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രാമർ പോലെ തന്നെ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിനകത്തുള്ള ടോക്കൺസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് നോർമലി സിൻടാക്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് an expression followed by question mark then statement 1 statement 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൂടി ഇവിടെ ഉണ്ട്. ദ സി പ്രോഗ്രാമിംഗ് കണ്ടീഷണൽ ഓപ്പറേറ്റർ റിട്ടേൺസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഗിവൺ എക്സ്പ്രഷൻ റിസൾട്ട്. ഈ എക്സ്പ്രഷൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഇതായിരിക്കും റിസൾട്ട്, അതർവൈസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും റിസൾട്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിവിടെ എഴുതിയിരിക്കുകയാണ് സി ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി, സി ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ എ കോളൻ ബി. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കും. എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ എ ആയിരിക്കും ആൻസർ, അതർവൈസ് ബി ആയിരിക്കും ആൻസർ. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദിസ് എ വിൽ ബി സ്റ്റോർഡ് ടു സി, അതർവൈസ് ദിസ് ബി വിൽ ബി സ്റ്റോർഡ് ടു സി. അപ്പം നോക്കാം, എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 9. എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 9. സോ സി ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ 9. 5 ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ 5 വിൽ ബി ദ ആൻസർ, അതർവൈസ് 9 വിൽ ബി ദ ആൻസർ. സോ 5 ഗ്രേറ്റർ ദാൻ 9 എന്നുള്ളത് 5 ഗ്രേറ്റർ ദാൻ 9 എന്നുള്ളത് ഫാൾസ് ആണ്. സോ ദിസ് 9 വിൽ ഗെറ്റ് സ്റ്റോർഡ് ഇൻ ടു സി. ഇതാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ഇനി എക്സ്പ്രഷൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ എഴുതുകയാണ് സം സി ഈക്വൽ ടു 5 ക്വസ്റ്റ്യൻ മാർക്ക് 0 1. വാട്ട് ഈസ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ സി? 5 ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും. 5 ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചാൽ ഇത് ട്രൂ ആണോ നോക്കും. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നോൺ സീറോ വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് അതിന് എന്തായിട്ട് അസ്യൂം ചെയ്യും, ട്രൂ ആയിട്ട് അസ്യൂം ചെയ്യും. സോ 5 ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് ഇറ്റ് വിൽ ഓൾവേസ് ഇവാലുവേറ്റ് ടു ട്രൂ. അതായത് ഈ പാർട്ട് എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആയതുകൊണ്ട് ട്രൂ ആണ്. നേരത്തെ കേസ് പറഞ്ഞ പോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ this one, otherwise return the value this one. ഓക്കെ, അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് ട്രൂ ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 0. അപ്പോൾ സിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്നുള്ളത് 0 ആയിരിക്കും. സോ ഇൻ ദിസ് വേ കണ്ടീഷണൽ ഓപ്പറേറ്റർ വിൽ വർക്ക്. ഓക്കെ, ഇത്രയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ലേൺ ചെയ്യും. ഇത്രയും ഓപ്പറേറ്റേഴ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങാം. പ്രോഗ്രാമിംഗ് അതായത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്തു തുടങ്ങാൻ വേണ്ടി ദിസ് ഓപ്പറേറ്റർ ഈസ് ഇനഫ്. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.